ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ഈ മാസം 7-ാം തീയതി നടക്കും. രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിൽ PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കും. ഒരുപക്ഷെ ഇത് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യാൻ ടെക്നോളജി കൈവശമുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ISROയുടെ ഒരു പൊൻതൂവലായിട്ട് ഇത് മാറുകയും ചെയ്യും. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. റഹീസ്, കാര്യങ്ങളൊക്കെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ രംഗത്തും ISRO അതിൻ്റെ അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും SKN, കാര്യങ്ങളൊക്കെ കൃത്യമായ ലെവലിൽ തന്നെയാണ് പോകുന്നത്. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്വപ്ന പദ്ധതിയായ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി 7-ന് തന്നെ നടക്കും. ഇത് ISRO ചെയർമാൻ നമ്മളോടക്കം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ എന്തായാലും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് അതിന്റെ സഞ്ചാരപാതമൊക്കെ ക്ലിയറായി, ഒപ്പം തന്നെ ഇതിനെ അടുപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ടാസ്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നത്. അതനുസരിച്ചാണെങ്കിൽ ജനുവരി 7-ന് തന്നെ സ്പേസ് ഡോക്കിംഗ് നടക്കും. രാവിലെ 9-നും 10-നും ഇടയിലാകും സ്പേസ് ഡോക്കിംഗ് നടക്കുക. ഒപ്പം തന്നെ ഈ ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് ലൈവായി കാണാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയ ദൃശ്യവിരുന്ന് തന്നെയാകും. കാരണം സ്പേസ് ഡോക്കിംഗ് ഒന്നും നടക്കുന്നത് അത്തരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൈവായി തന്നെ ISROയുടെ ഈ പരീക്ഷണം നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഈ ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. 3-4 ദിവസത്തിനുള്ളിൽ തന്നെ മനസ്സിലാകും നമ്മൾ ഈ ബഹിരാകാശ ഭീമന്മാരുടെ ഒക്കെ ഒപ്പം എത്തിച്ചേരുമോ എന്ന് SKN. ഓക്കെ, താങ്ക് യു റഹീസ്.